യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഉത്സവകാലം 4-ാം ഞായർ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ ആണ് നാം വിചിന്തനം ചെയ്യുന്നത്. യേശു തന്നെ ഞാനാണ് വാതിലെന്നും ഞാൻ നല്ല ഇടയനാണെന്നും പറയുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വലിയ അർത്ഥം നൽകുന്ന 2 രൂപങ്ങളാണ് വാതിലും ഇടയനും. വാതിൽ പ്രവേശനത്തെയും സുരക്ഷയെയും സൂചിപ്പിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം സന്തോഷവും സമാധാനവും തേടി പല വാതിലിലൂടെ പോകുന്നു. എന്നാൽ യേശുവാകുന്ന വാതിലിലൂടെ കടന്നു പോകുന്നവൻ രക്ഷ പ്രാപിക്കും. നല്ല ഇടയൻ തൻ്റെ ആടുകളെ അറിയുകയും അവ ഇടയൻ്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നു. ഇത് ഒരു അടുത്ത ബന്ധമാണ്. തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിൽ നാം പല ശബ്ദങ്ങൾ കേൾക്കാം. ലോകത്തിൻ്റെ ആകർഷണങ്ങൾ, സ്വാർത്ഥതയുടെ വിളികൾ. എന്നാൽ നിശബ്ദതയിലൂടെയും പ്രാർത്ഥനയിലൂടെയും യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് സാധിക്കണം. കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. അസത്യവും അനീതിയും നിറഞ്ഞ തെറ്റായ വഴികൾ നമ്മെ എളുപ്പത്തിൽ ആകർഷിക്കാതെ ജാഗ്രതയോടെ യഥാർത്ഥ ഇടയനെ പിന്തുടരണം. യേശു വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. യേശുവിനോടൊപ്പമുള്ള ജീവിതം ഭയം നിറഞ്ഞതല്ല, അത് സമാധാനവും സന്തോഷവും നിറഞ്ഞതാണ്. ഇടയനും വാതിലുമായ യേശുവിൻ്റെ ശബ്ദം കേൾക്കാനും അവിടുത്തെ പിന്തുടരുവാനും അതുവഴി നമ്മുടെ ജീവിതം സുരക്ഷിതവും സമൃദ്ധമായിരിക്കുവാനും വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.